കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ കാരണം അമ്മയും മകനും തമ്മിൽ തെറ്റിപ്പിരിയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. മോളിവിടെ വരുന്നതിന് മുൻപും അവൻ ഇതുപോലൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ മോളിവിടെ വന്നതുകൊണ്ടോ നയന് വന്നതുകൊണ്ടോ അല്ല അവനീ മാറ്റം ഉണ്ടായത്. എന്റെ 2 പെൺമക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ മോനെ കണ്ടിട്ട് ഒരുപാട് സ്വപ്നങ്ങളൊന്നും കാണരുതെന്ന്. എനിക്കങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവൻ ഡോക്ടറായിട്ട് വന്നാലും എന്റെ കഷ്ടപ്പാടൊന്നും കുറയില്ല, അങ്ങനെ അമ്മ ചിന്തിച്ചിട്ടുമില്ല. പക്ഷേ പഠിത്തം കഴിഞ്ഞ് വന്നപ്പോ അവൻ ഈ വീടുൾപ്പെടെ എല്ലാം പോരായ്മ തന്നെയായിരുന്നു. അവന്റെ അച്ഛനാ ശരിയെന്ന് അവന് തോന്നിത്തുടങ്ങിയിട്ടുണ്ടെന്ന എന്റെ വിശ്വാസം. അത് ദിയ പറയുന്നുണ്ട്. അതുകൊണ്ട് മോള് വന്നതുകൊണ്ടുണ്ടായ പൊട്ടിത്തെറിയൊന്നും അല്ല ഇത്. മോള് പോയാലും ഇത്തരം സംസാരങ്ങൾ ഇവിടെ ഉണ്ടാവും. എനിക്കറിയാം മോൾക്ക് ഇവിടുന്ന് മാറി താമസിക്കാൻ എളുപ്പമാണെന്ന്. തൽക്കാലം അത് വേണ്ട. ദീപ ജയന്റെ ഒപ്പം ഒന്നിച്ച് കഴിയാൻ പോവാ. അപ്പോ ഒരു മോള് പോയ സ്ഥാനത്ത് മറ്റൊരു മോള് വന്നു. ഇനി നിന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ വിവാഹം ഉൾപ്പെടെ നോക്കണമെന്നാ എന്റെ ആഗ്രഹം. അത് അമ്മയുടെ പ്രായശ്ചിത്താണെന്ന് കൂട്ടിക്കോ. നിനക്ക് നിന്റെ അമ്മയെ നഷ്ടപ്പെടുത്തിയതിന് അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ മോളെ? ദിലീപ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കും. നിങ്ങളുടെ അമ്മ താമസിക്കുന്ന ഈ വീട് നമുക്കും കൂടി താമസിക്കാൻ അർഹതപ്പെട്ടതാ. ഇവിടുന്ന് നമ്മൾ ഇറങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല. നിനക്കെന്താ ഈ കാര്യത്തിൽ മാത്രം ഇത്ര വാശി? ഇത് വാശി തന്നെയാ, അത്രയ്ക്ക് അഹങ്കാരത്തോടെ തന്നെയാ നിങ്ങളുടെ അമ്മയും ഇളയ അനിയത്തിയും ഈ കയറി വന്നോളും ഒക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ. അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്നുവെച്ചാ മനഃപൂർവ്വം ലഹള ഉണ്ടാക്കാനാണോ നിന്റെ പുറപ്പാട്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്തായാലും ഇവിടുന്ന് തോറ്റ് ഞാൻ പടിയിറങ്ങി പോകുന്ന പ്രശ്നമില്ല. ഞാനിപ്പോ ധർമ്മസങ്കടത്തിലായത് നിനക്കറിയാലോ. പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് വീടിനകത്ത് വഴക്കാണെന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഇറങ്ങി വരാനൊന്നും പറ്റില്ല. അതിന് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് എന്റെ അച്ഛൻ ഇട്ടുതരാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ക്ലിനിക്ക് ഇട്ടോണ്ട് കാര്യമായോ? അവിടെ വരുന്ന രോഗികൾക്ക് ആശ്വാസം കൊടുക്കണ്ടേ? എങ്കിലല്ലേ ആ സ്ഥാപനം മുന്നോട്ട് പോവുകയുള്ളൂ. ദിലീപ് കുറച്ചു ദിവസം ആയല്ലോ പ്രാക്ടീസ് തുടങ്ങിയിട്ട്. എന്നുവെച്ച് ഞാൻ അത്ര കണ്ട എക്സ്പീരിയൻസർ അല്ല. എന്ത് പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴേ നമുക്കതിലൊരു വിജയം ഉണ്ടാവത്തുള്ളൂ. ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തു എന്ന് കരുതി കാര്യമുണ്ടോ? കാർ ഓടിക്കണം, എങ്കിലേ കൈ തെളിയൂ. അതും ഇതുമായിട്ട് നീ കമ്പയർ ചെയ്യരുത്. എല്ലാം അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ എന്തായാലും ഇവിടുന്ന് മാറും. പക്ഷെ മാറുന്നതിന് മുമ്പ് ഇവിടെ ഒരു കലാശക്കൊട്ട് വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അമ്മയുടെ സ്വഭാവം ഇതാണ്. അമ്മ എങ്ങനെ ആർക്ക് കീഴടങ്ങി കൊടുക്കുന്ന കൂട്ടത്തിലല്ല. ആയിക്കോട്ടെ, അമ്മയ്ക്ക് മുന്നിൽ വേണമെങ്കിൽ ഞാൻ താഴ്ന്നു കൊടുക്കാം. പക്ഷെ അവരിപ്പോ വാദിക്കുന്നതേ രചന എന്ന് പറയുന്നവർക്ക് വേണ്ടിയാ. അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഞാൻ ഇങ്ങോട്ട് കയറി വന്നതേ ഉള്ളൂ, അതിനിടയ്ക്ക് എന്നെ കൊല്ലാതങ്ങ് കൊല്ലുവാ. ഒരുത്തിയുടെ അമ്മ മരിക്കാൻ കാരണം നിങ്ങളുടെ അച്ഛനാണെങ്കിലേ അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണം. അല്ലാതെ വീട്ടിൽ വിളിച്ച് താമസിപ്പിക്കല്ല വേണ്ടത്. അവള് ദീപയ്ക്ക് കൊടുത്തതേ ഒരിക്കലും ഉണങ്ങാൻ പറ്റാത്തൊരു മുറിവാ. അതൊക്കെ പ്രതികാരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും അതങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകത്തൊന്നുമില്ല. മതി, നിർത്ത്. ഇത്തിരി സമയമൊന്നും മിണ്ടാതിരിക്കോ? ഹരിയേട്ടന് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്തോ? തന്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ ഭക്ഷണമൊക്കെ ഗംഭീരായിരുന്നു. എങ്കിലും ഒരു ടെൻഷൻ പോലെ. സാരമില്ല, ഇന്നത്തെ കുറവ് ഏട്ടത്തിയമ്മ കൂട്ടി വരുമ്പോ നികത്തിക്കോ. ഇനി എന്റെ വീട്ടിലെ കാര്യങ്ങൾ എന്തായോ എന്തോ. പൊട്ടിത്തെറിക്കാനായിട്ടാണ് മരുമോള് വന്നിരിക്കുന്നത്.
അതുകൊണ്ട് ആരും അവളോട് കൂടുതൽ ഇടയാൻ നിൽക്കാത്തതാവും നല്ലത്. ഷോറൂമിൽ വന്ന ശേഷം എനിക്ക് വീട്ടിലേക്കൊന്ന് പോകണം. ഹ, എന്തിനാ ദീപേ വെറുതെ വഴക്കിനിടയിലേക്ക് പോകുന്നത്? അതെന്താ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞ്? അവിടെ രചനയുണ്ട്, അവൾക്ക് പരമാവധി ആത്മവിശ്വാസം കൊടുക്കണം. എന്താടോ ഇത്? ഒരു പ്രശ്നം ഒതുങ്ങുമ്പോ അതിലും വലുത് വരെയാണല്ലോ. ഇനി ആരുടെ മുന്നിൽ നമ്മൾ പതറാൻ പാടില്ല. ഇപ്പൊ നമ്മളൊരു വീടെടുത്തു, അതോടൊപ്പം തന്നെ താൻ ഏത് നേരവും എന്നോടൊപ്പം ഷോറൂമിൽ കാണും. എന്ന് വെച്ചാ പുതിയ വീട്, പുതിയ ജോലി, പുതിയ ജീവിതം, നമുക്ക് അങ്ങനെ അങ്ങ് പോവാടോ. പിന്നെ രചന പാർട്ട് ടൈം ആയിട്ട് എവിടെ വന്ന് നിൽക്കുമെങ്കിൽ നിൽക്കട്ടെ. എനിക്ക് പഠിത്തവും ജോലി ഒരുമിച്ച് കൊണ്ടുപോകാലോ. അതെ, ഇന്ന് നമ്മുടെ ഷോറൂമിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു സൂപ്പർവൈസർ ജോയിൻ ചെയ്തു. നിങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോൾ ആ പോസ്റ്റിന്റെ ആവശ്യമില്ലായിരുന്നു. എന്തായാലും അപ്പോയിന്റ്മെന്റ് ചെയ്തില്ലേ, അവളും തുടരട്ടെ. അയ്യോ, ഗംഗേട്ടനോ? മല ചവിട്ടി പിന്നെ നടന്നിഞ്ഞു പോന്നു എരുമേലി വഴി. വരുന്ന കാര്യമൊന്നും വിളിച്ചു പറയാത്തതെന്താ? വിളിച്ചു പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ വരാറ് പതിവ്. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് കാത്തിരിക്കുന്നവരെ നിരാശരാക്കണ്ടെന്ന് കരുതിയ പലപ്പോഴും വിളിക്കാതിരുന്നിട്ടുള്ളത്. എന്നാൽ അങ്ങനെ വിളിക്കേണ്ടേം പറയേണ്ടേം കാര്യമൊന്നുമില്ല. സ്ഥിരമായിട്ട് ഞാനിവിടെ കാണും. അത്ഭുതപ്പെടണ്ടോ, എന്നെ വരിഞ്ഞു മുറുക്കി ഒരുത്തി അടിമയെ പോലെ കിടത്തിയല്ലോ. അവിടുന്ന് എനിക്കിപ്പോ മോചനം കിട്ടി. അല്ല, ഞാൻ എനിക്ക് തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എന്താ സംഭവിച്ചേ? ജയൻ ദീപമോളെയും കൊണ്ട് വീട് വിട്ടിറങ്ങി. രണ്ടാളെയും രാഗിണി അടിച്ചിറക്കിയതാ. പിന്നെ ഞാനെന്തിനാ അവിടെ പിടിച്ചു നിൽക്കുന്നത്? ഞാനും പടിയിറങ്ങി. ഒരു തീർത്ഥാടനത്തിനാണെന്നാ മക്കളോടും മരുമക്കളോടും പറഞ്ഞത്. പക്ഷേ ഇത്രയും കാലം മാസത്തിൽ 1-2 ദിവസം മാത്രമായിരുന്നു ഇവിടെ നിന്നോടൊപ്പം വന്ന് താമസിച്ചിരുന്നത്. എന്നാൽ ഇനി എന്നും നിന്നോടൊപ്പം ഞാനിവിടെ കാണും. അങ്ങനെ എന്നും കാണണമെന്നൊന്നും ഞാൻ വാശി പിടിച്ചിട്ടില്ലല്ലോ. ഇതിന്റെ പേരിൽ ഒരു കാരണവശാലും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. ഒരു പ്രശ്നവുമില്ല. അവൾ എന്നെ ഒരാണായിട്ട് കണ്ടിട്ടില്ല. അടിച്ചമർത്തി അടിച്ചമർത്തി അവൾ എന്നെ കൊല്ലാതെ കൊല്ലുമ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ചിരിക്കുകയായിരുന്നു. നിയമപരമായി ഞാൻ വിവാഹം കഴിച്ച എന്റെ ഭാര്യയുടെ പരാജയമാണത്. ചില കാട്ടാള സ്ത്രീകളെ പോലെ അവൾ പെരുമാറിയതിന്റെ ഫലമാണ് നീ എന്ന രണ്ടാം ഭാര്യ. ഇവിടെയാണ് എനിക്ക് കുടുംബമുള്ളത്, ജീവിതമുള്ളത്. എന്റെ 2 ആമക്കൾ മാത്രമേ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. അവര് രണ്ടാളും വീട് വിട്ടുപോയി. പിന്നെ അവിടെ എനിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? നിനക്കും നമ്മുടെ മോൾക്കും ഒപ്പം ഇനിയിപ്പോ ഇവിടെ കഴിയാനാണ് എന്റെ തീരുമാനം. പരമാവധി മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ഞാൻ നോക്കും. ഇനി ആരെങ്കിലും എന്തെങ്കിലും അറിയുകയാണെങ്കിൽ എന്നെ ആരും പഴിക്കാനില്ല. ഞാൻ അവിടെ ഒരു ഭർത്താവായിരുന്നില്ല, വെറും ഒരു അടുക്കളക്കാരനായിരുന്നു. ഇനി അവൾ അടുക്കള ഭരിക്കട്ടെ, വീട് നോക്കട്ടെ. എന്താ ഞാൻ പറയുന്നൊന്നും നിനക്ക് വിശ്വാസമാവുന്നില്ലേ? എന്നാലും ഈ ധൈര്യം എവിടുന്ന് കിട്ടി? അത് അവള് തന്നതാ. എന്നെ ഇത്രയും നാളും ചവിട്ടിത്തേച്ച ആ രാക്ഷസി. അല്ല, നമ്മുടെ മോളെവിടെ? അയ്യോ, അത് പറയാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാവശ്യം ഗംഗേട്ടനെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. എന്തു പറ്റി? നമ്മുടെ മോൾക്കൊരു ജോലി കിട്ടി. തിരുവനന്തപുരത്ത് കാർ ഷോറൂമില് സൂപ്പർവൈസറായിട്ട്. നല്ല ജോലിയാ. 10-30,000 രൂപ ശമ്പളമുണ്ട്. പിന്നെ അത്യാവശ്യം താമസ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. മോളെ ഞാൻ അവിടെ കൊണ്ടുവിട്ടിട്ട് ഇന്നലെ വന്നതേയുള്ളൂ. ഓ, അത് ശരി. അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നതിന് ശേഷം അച്ഛനെ വിളിച്ച് വിവരം പറയാത്തതിന്റെ സങ്കടമായിരുന്നു മോൾക്ക്. അങ്ങോട്ടെപ്പോഴും വിളിക്കാൻ പറ്റില്ലല്ലോ. എങ്കിലും മോള് പോയി കഴിഞ്ഞപ്പോ വിവരം പറയണമെന്ന് തോന്നിയിട്ട് രണ്ടും കൽപ്പിച്ചാ ഞാൻ വിളിച്ചത്. അപ്പൊ ഏത് നേരവും ഔട്ട് ഓഫ് റേഞ്ച്. ഞാൻ മലയ്ക്ക് പോയതല്ലേ, ഇടയ്ക്ക് ചാർജ് ചെയ്യാനൊന്നും പറ്റിയില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോ നിനക്കൊരു കൂട്ട് ആവശ്യമുള്ള സമയത്ത് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, തെക്കേതിലൊരു വല്യമ്മയുണ്ടല്ലോ,
ഇന്നലെ രാത്രിക്ക് അവരാ വന്ന് കൂട്ടുകിടന്നത്. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഒന്ന് ജീവിക്കണം. എന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന നിന്നോടൊപ്പം. സ്വാമിയേ ശരണയ്യപ്പ. ബാ. മേ ഐ കമിൻ സർ? യെസ്. ആ, എത്തിയോ? ഇരിക്കേ. വീടൊക്കെ കണ്ടായിരുന്നല്ലോ. ആ കണ്ടു സർ. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല സർ, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആ, ഇന്നു മുതൽ കൂട്ടിനൊരു ചേച്ചി വരും. അവരത്യാവശ്യം പാചകമൊക്കെ ചെയ്യും. പാചകം ഞാൻ തന്നെ ചെയ്തോണം സർ. ആ, അതൊക്കെ ഹരിതയുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, സാറ്റർഡേ വരെ വർക്ക് ഉണ്ടാവും. വീട്ടിലേക്ക് പോകുന്നെങ്കിൽ അന്നേ ദിവസം കുറച്ച് നേരത്തെ ഇറങ്ങാം. കോട്ടയത്തിന് ഇവിടുന്ന് ഒരു 4-5 മണിക്കൂർ യാത്ര ഉണ്ടല്ലോ. അതൊന്നും കുഴപ്പമില്ല സർ, എല്ലാ ആഴ്ചയും പോകണമെന്നൊന്നുമില്ല. ജോലിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. 6 മാസത്തെ ഹരിതയുടെ പെർഫോമൻസ് ഓക്കെ ആണെങ്കിൽ സാലറിയിലും വ്യത്യാസം ഉണ്ടാവും. താങ്ക് യു സർ. ആ, അതുപോലെ തന്നെ 6 മാസം കഴിഞ്ഞാൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും, ഒരു 2 വർഷത്തേക്ക്. അതിനിടയിൽ മറ്റു ജോലിക്കൊന്നും പോകാൻ പാടില്ല. ഇല്ല സർ, എനിക്കും കുറച്ച് എക്സ്പീരിയൻസ് ആവശ്യമാണ്. എന്റെ വൈഫ് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അയാൾ MSc കാരിയാണ്. പിന്നെ ഹരിത ഇതിനു മുമ്പ് മറ്റേതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടോ? 1-2 പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് സർ. കോട്ടയത്താ. ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ഞാൻ കണ്ടായിരുന്നു. അല്ലാതെ സ്ഥിരമായിട്ടങ്ങ് നിന്നിട്ടില്ലല്ലോ. ഇല്ല സർ. ആ, ഇപ്പൊ കാറിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ. ഈ വർഷം എന്തായാലും നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നിങ്ങളുടെയൊക്കെ വർക്കിനെ അനുസരിച്ചിരിക്കും. ഫീൽഡിലേക്ക് പോകേണ്ടി വരുമോ സർ? ഇല്ല, ഓഫീസ് വർക്ക് മാത്രമേ കാണൂ. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് ആ ജോയിൻ ചെയ്തു അമ്മേ. ഇന്ന് മുതൽ ജോലിയും തുടങ്ങി. കുഴപ്പമൊന്നുമില്ലെന്നാ തോന്നുന്നേ. അപ്പോയിന്റ്മെന്റ് കിട്ടിയതിന് ശേഷം അച്ഛനെ വിളിക്കാത്തതിലായിരുന്നല്ലോ മോളുടെ വിഷമം. ദേ അടുത്ത് തന്നെ ഉണ്ട്. ഏ ആര്? അച്ഛനോ? വന്നോ? എന്നാ കൊടുത്തേ? കൊടുക്ക. ഇതാ മോള് സംസാരിച്ചു. മോളെ, അച്ഛന്റെ ജില്ലയിൽ ഞാനിന്ന് ജോലിക്ക് കയറി. പരമാവധി തിരുവനന്തപുരത്ത് ജോലിക്ക് ശ്രമിക്കണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? നല്ല ജോലി അച്ഛാ. 10-30,000 രൂപ ശമ്പളവും കിട്ടും. പെർഫോമൻസ് നല്ലതാണെങ്കിലേ 2-3 മാസത്തിനുള്ളിൽ ശമ്പളം കൂട്ടിത്തരാന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൂപ്പർവൈസറായിട്ടാ കിട്ടിയിരിക്കുന്നെ. ശരി, നോക്കിയും കണ്ടുമൊക്കെ നിൽക്കും മോളെ. അല്ല, അച്ഛനെങ്ങനെ വീട്ടിൽ നിന്ന് മുങ്ങിയത്? തീർത്ഥാടനം പറഞ്ഞ് ഇറങ്ങിയതാണോ? ആ, തീർത്ഥാടനമാണെന്നും പറഞ്ഞാ ഇറങ്ങിയത്. പക്ഷേ ഇപ്രാവശ്യം സ്ഥിരമായിട്ടുള്ള ഇറക്കമായിരുന്നു. ജയനും എന്റെ മരുമോളും വീട്ടിൽ നിന്ന് ഇറങ്ങി മോളെ. അതിനു പിന്നാലെ ചില വഴക്കും സംഭവങ്ങളും ഒക്കെ ഉണ്ടായി. അവസാനം എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞു പൂതന. അതൊരവസരമാക്കി ഞാനും പുറത്തിറങ്ങി. അപ്പോ അച്ഛൻ ഇനി എന്നും അമ്മയ്ക്ക് കൂട്ടായി അവിടെ ഉണ്ടായിരിക്കുമല്ലേ? മലയൊക്കെ ചവിട്ടിയിട്ട് അതിന് തന്നെ വന്നത്. എല്ലാ പാപഭാരവും ഇറക്കി വെച്ചിട്ട് വേണം ഇനി മനസമാധാനത്തോടെ മോളുടെ അമ്മയോടൊപ്പം ജീവിക്കാൻ. ഈ സമയത്ത് തന്നെ ഞാൻ ഇങ്ങ് വന്നല്ലോ അച്ഛാ. കുഴപ്പമില്ല മോളെ, മോൾ അവിടെ സന്തോഷത്തോടെ നിന്ന് ജോലി ചെയ്യ്. ഇപ്പൊ അവധി ദിവസത്തിനൊക്കെ ഇങ്ങോട്ട് വരാമല്ലോ. ഏതായാലും മോൾ അവിടെ ആയ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് വരാം. ഏതായാലും അമ്മയ്ക്കിപ്പോ സന്തോഷമായി കാണുമല്ലോ. അത് പിന്നെ പറയണോ? ഇത്രയും ദിവസം ഞാൻ എന്റെ വീട്ടിലെ അടുക്കളക്കാരനായിരുന്നു. ഇനിയിപ്പം മോളുടെ അമ്മ പാകപ്പെടുത്തി തരുന്ന ഭക്ഷണവും കഴിച്ച് സുഖമായിട്ട് ഇവിടെ ജീവിക്കണം.
എന്ന് കരുതി നിന്റെ അമ്മയെ ഞാൻ അടുക്കളക്കാരിയൊന്നും ആക്കത്തില്ല കേട്ടോ. അവളെക്കാട്ടി നല്ല പാചകം എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പാചകം ചെയ്ത് ഇനിയുള്ള കാലം മുമ്പോട്ട് പോകും. ഇടയ്ക്ക് ഞാനും വരും ശല്യം ചെയ്യാൻ. ഓ ശരി മോളെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി അച്ഛാ, ഞാൻ വിളിക്കാം. മോക്ക് വലിയ സന്തോഷമായി. സമയം തെളിഞ്ഞെന്നാ തോന്നുന്നത്. അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചത്. എത്രയോ ദിവസം അച്ഛൻ വരുന്നതും കാത്ത് മോൾ ഉമ്മറപ്പടിയിൽ വഴിക്കണ്ണുമായിട്ട് ഇരുന്നിട്ടുണ്ടെന്നറിയോ? ഗംഗേട്ടന്റെ അവസ്ഥ അറിഞ്ഞിട്ട് അച്ഛൻ ഇവിടെ വന്ന് താമസിച്ചോടെന്ന് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ മോള്. പിന്നെ രാഗിണിയുടെ സ്വഭാവം അറിയുന്നതുകൊണ്ട് നിർബന്ധിച്ചില്ലെന്ന് മാത്രം. ഓരോ സമയത്ത് നടക്കേണ്ടതൊക്കെ നടക്കും. മോക്കിപ്പോ 10-25 വയസ്സായി. ഏറിയാൽ 1 വർഷം. അതിനിപ്പുറം അവളുടെ കല്യാണം നമുക്ക് നടത്തണം. ആ സമയത്ത് അച്ഛനായിട്ട് നിൽക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ താലികെട്ട് നടക്കുന്ന സമയത്ത് പോലും എനിക്ക് ചിലപ്പോ വരാൻ കഴിയില്ലായിരുന്നു. അതൊരു നെഞ്ചെടുപ്പായി കൊണ്ടു നടക്കുന്ന സമയത്തായിരുന്നു ഇതൊക്കെ സംഭവിച്ചത്. എനിക്കിനി രാഗിണി ഈ ബന്ധത്തെക്കുറിച്ച് അറിയുന്നതിൽ വലിയ പേടിയൊന്നുമില്ല. പക്ഷേ എന്റെ മക്കൾ ഇതറിയാൻ പാടില്ല, പ്രത്യേകിച്ച് എന്റെ ആൺമക്കൾ. അവരൊരിക്കലും എനിക്കിങ്ങനൊരു ബന്ധമുണ്ടെന്ന് ചിന്തിക്കത്തില്ല. അങ്ങനെയുള്ളപ്പോ അവരിതറിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നിൽക്കും സു? കോട്ടയം തിരുവനന്തപുരം തമ്മിൽ അത്ര വലിയ ദൂരമൊന്നുമില്ലല്ലോ. ജയനാണെങ്കിൽ ബിസിനസ് ആവശ്യത്തിനൊക്കെ എല്ലാ ജില്ലയിലും പോകുന്നതുമല്ലേ. ജയനെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ആ, ഞാൻ വിഗ്ഗൊക്കെ വെച്ച് നടന്നാലേ എന്നെ അത്ര പെട്ടെന്നാരും തിരിച്ചറിയാൻ പോകുന്നില്ല. ഏതായാലും ഇനി ജയമോന്റെയും ദീപയുടെയും ജീവിതത്തിലേക്ക് ആ രാഗിണി കയറി ചെല്ലാതിരുന്നാ മതി. അങ്ങനൊരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. ദാ ഇന്ന് ഡെലിവറി ചെയ്യേണ്ട വണ്ടിയുടെ പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടില്ലേ? ഉണ്ട് ലാലേട്ടാ. പുതിയ സൂപ്പർവൈസർ ഹരിത വന്നോടുകൂടി എനിക്കിത്തിരി ജോലിഭാരം കുറവുണ്ട്. എന്നുവെച്ചാ എനിക്ക് കുറച്ചുകൂടെ ഫ്രീ ആവാൻ പറ്റുമെന്ന് അർത്ഥം. അമ്മ പിന്നെ വിളിക്കോ മറ്റോ ചെയ്തായിരുന്നോ? ഇല്ല. ലാലേട്ടൻ അങ്ങോട്ട് വിളിച്ചോ? എന്തിനാ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നത്? കുറച്ചു ദിവസം കഴിയുമ്പോ ചിലപ്പോ അമ്മയെല്ലാം മനസ്സിലാക്കുമായിരിക്കും. അച്ഛനും കൂടി പോയതുകൊണ്ട് സാമ്പത്തികം മാത്രമല്ലല്ലോ, മറ്റു പലതും ഇനി അമ്മയെ ശ്വാസം മുട്ടിച്ചു തുടങ്ങും. കുറെ നാളായി അടുക്കളയിൽ കയറിയിട്ട്. ചാരുവിനും ഹേമയ്ക്കൊന്നും പാചകം അറിയാത്തോണ്ട് അമ്മ ഇനി അതും ചെയ്യേണ്ടി വരും. അവിടെയാണ് അമ്മ തോൽക്കാൻ പോകുന്നത്. എന്റെ മാത്രമല്ല, അച്ഛന്റെ വിലയും അമ്മ മനസ്സിലാക്കുന്ന ദിവസങ്ങളാ ഇനി അങ്ങോട്ട്. അച്ഛന്റെ വിവരം വല്ലതും ഉണ്ടോ? വിളിച്ചപ്പോഴൊന്നും കിട്ടിയില്ല. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. തീർത്ഥാടനം പറഞ്ഞ് പോയതല്ലേ, കേരളം കടന്നോന്നറിയില്ല. ഫോൺ അടിക്കുന്ന കേൾക്കുന്നില്ലേ? ആരാണെന്ന് നോക്ക്. ഇനി ആ പൂതനയാണോന്നറിയില്ല. ജയന. ജയനോ? ആ മോനെ. ആ, അച്ഛൻ എവിടെയപ്പോ? ഞാനോ? മലയൊക്കെ ചവിട്ടിട്ടേ കോട്ടയത്തിനടുത്തുള്ള പനച്ചിക്കട്ട് ദേവീക്ഷേത്രത്തിനടുത്ത് ക്യാമ്പ് ചെയ്യുക, അയ്യപ്പന്മാരോടൊപ്പം. ഇവിടെ കുറച്ചുപേരെ പരിചയപ്പെട്ടു. ഇനിയിപ്പം ഇവിടുള്ള അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകണം. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ചിങ്ങ് പോന്നേക്കണം. ഞങ്ങളിവിടെ നല്ലൊരു വീടെടുത്തിട്ടുണ്ട്. ആ, അച്ഛനിവിടെ ഒരു മുറി മാറ്റിയിട്ടിരിക്കുക. ഇനിയുള്ള കാലം ഇവിടെ താമസിക്കാം. വെറുതെ കറങ്ങി നടക്കണ്ട. ആ, അല്ല, പുലിമടയിൽ നിന്ന് പുലി പുറത്തിറങ്ങിയായിരുന്നു. ഇതുവരെ ഇല്ല, വിളിച്ചിട്ടും ഇല്ല. എത്ര വാശി കാണിച്ചാലും നിന്നെ വന്ന് കാണാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വരും കേട്ടോ. നീ ഏതായാലും സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഒന്ന് മുന്നോട്ട് പോകണം. ആ അച്ഛാ, ഇവിടെ മരുമോളുണ്ട്, കൊടുക്കാം. എന്താ സംസാരിക്ക? ആ അച്ഛാ. മോളെ, മോക്കിപ്പം മനസമാധാനം കിട്ടിയോ? എന്നൊന്നും പറയാൻ വയ്യ അച്ഛാ.
പുതിയ മരുമോള് വലിയ പ്രശ്നാണെന്നാ അമ്മ വിളിച്ചപ്പോ പറഞ്ഞത്. ഓ അല്ല, പുതിയൊരു വീടെടുത്തെന്ന് ചെയ്യാൻ പറഞ്ഞല്ലോ. ആ ഞങ്ങളിവിടെ താമസം തുടങ്ങിയച്ചാ. നന്നായി. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് താമസിക്കണം. ഇടയ്ക്ക് പറ്റുമെങ്കിലേ ഞാൻ അങ്ങോട്ട് വരാം. അച്ഛൻ ഈ തണുപ്പ് സമയത്ത് ഒരുപാടൊന്നും കറങ്ങി നടക്കണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാലേ അടുക്കളയിലൊന്നും അച്ഛൻ കയറേണ്ടി വരില്ല. അച്ഛനെല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരിടത്ത് ഇരുന്നാ മതി കാരണവരായിട്ട്. ഞങ്ങളെല്ലാം നോക്കിക്കോളാം. ഞാനങ്ങ് വന്നോളാം മോളെ. ആ എന്തായാലും മോടെ കണ്ണീര് തോർന്നല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ശരി അച്ഛ, ഇടയ്ക്ക് വിളിക്കുമ്പോ മൊബൈലിൽ കിട്ടണേ. ആ ഇനി എപ്പോ വിളിച്ചാലും കിട്ടും മോളെ, വിളിച്ചോ. ശരി അച്ഛ.